الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഒരു മഹാ ദുരന്തം നടന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ. ഒന്ന്, ദുരന്തങ്ങൾ നടക്കുമ്പോൾ സമൂഹത്തില് അവിവേകത്തോടുകൂടി പെരുമാറുന്നവരായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. നമുക്കറിയാം, ഇതിന്റെ ഇടയിലും വർഗീയത സംസാരിക്കുന്ന ചില വിഷജന്തുക്കളുണ്ട്. അവിടെ കൃത്യമായി നമ്മൾ അവിടെ തിരിച്ചറിയണം, ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. ചില ആളുകള് ഇത്തരം ദുരന്തത്തിൽ രാഷ്ട്രീയം കളിച്ച് പഴിചാരുക. അത്തരം ആളുകളെ ഒറ്റക്കെട്ടായി അവരെ ചെറുക്കാൻ പറ്റണം. ഒരു ദുരന്തം വന്നാൽ പ്രിയമുള്ളവരെ കൈപിടിച്ചുയർത്തുന്നവർ ആരാണെന്ന് പോലും നമുക്കറിയില്ല. ചിന്നിച്ചിതറിക്കിടക്കുന്ന ശരീരങ്ങൾ പൊറുക്കിയെടുക്കുന്ന ആളുകള് അവര് ഏതു മതാണ്, ഏത് ജാതിയാണ്, ഏതു രാഷ്ട്രീയ പാർട്ടിയാണ് നാട് നോക്കുന്നില്ല. ചികിത്സിക്കുന്ന ഡോക്ടർമാര്, പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആളുകള്, ആംബുലൻസിൽ കയറ്റുന്ന ആളുകൾ, ആരോഗ്യ പ്രവർത്തകന്മാര്, പോലീസും ഫയർഫോഴ്സും, ഇവരൊക്കെ ജാതി മതം നോക്കിയാൽ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ എന്തെങ്കിലും അവസ്ഥ. ഇത് അവിവേകത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ വിവേകത്തോടുകൂടി പെരുമാറാൻ ഇത്തരം ഒരു ദുരന്തങ്ങളിൽ സഹോദരങ്ങൾ നമുക്ക് പറ്റണം. മറ്റൊന്ന്, ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവിടേക്ക് സന്ദർശകരായി പോകുന്ന ചില ആൾക്കാരുണ്ട്. അത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതൊരു വലിയ വിലങ്ങുതടിയാണ്, ഒരു സംശയം അതിൽ വേണ്ട. കണ്ടതും കേട്ടതുമായി വിശ്വാസ്യത അറിയാതെ പലരും സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2018 പ്രളയം വരെ ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ട് ഷെയർ ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ കണ്ടാൽ അത് സത്യസന്ധമായ വാർത്തയാണ് എന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അത് ആവശ്യമാണെങ്കിൽ മാത്രം. ഒരു ചെറിയ ശരീരം കണ്ട് ഒരു വീഡിയോ, ഒരു ഫോട്ടോ വന്നാൽ നമ്മൾ പറയാതെ ഷെയർ ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഷെയർ ചെയ്യേണ്ടതാണെന്ന്. നമുക്കത് കണ്ടപ്പോ സങ്കടം വന്നു, നമ്മളത് ഷെയർ ചെയ്തു. പക്ഷെ അത് ഷെയർ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം അത്തരം അപകട വീഡിയോകൾ കാണുമ്പോഴേ, ഗ്രൂപ്പിലൊക്കെ അത് കാണുമ്പോ അതോടുകൂടി മാനസിക നിലതെറ്റുന്ന ആളുകളുണ്ട്. അത് കണ്ടിട്ട് പിന്നെ ഉറക്കം വരാത്ത ആളുകൾ, അത് കണ്ട് പേടിക്കുന്ന ആളുകൾ. അതൊക്കെ ആ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്താൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ. ഒരു സമൂഹം ഒന്നാകെ ഒരു ദുരന്തത്തെ നേരിടുമ്പോ ഇവിടെ സഹോദരങ്ങളെ ആദർശപരമായും വ്യക്തിപരമായും ശത്രുത ഉള്ളവരുടെ നാശത്തെ കൊതിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇവിടെ കൃത്യമായൊരു ആലോചനയും കൃത്യമായൊരു ചിന്തയ്ക്ക് ഒരു വിശ്വാസിന്റെ മനസ്സിലേക്ക് വരണം. എല്ലാ ദുഷ്ടതയും അഹങ്കാരവും കുശുമ്പും അവസാനിപ്പിക്കാനുള്ള ചിന്തക്കുള്ള സമയമാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ. ചില ആളുകള് ലീവിന് മഴ അധികരിക്കുമ്പോ ലഭിക്കുന്ന അവധികൾ എന്താണ്? മഴ കൂടുമ്പോ റെഡ് അലേർട്ട് വരുമ്പോ സ്കൂളൊക്കെ അവധിയാണ്. ഇത് ആഘോഷിക്കുന്ന ആളുകളുണ്ട്. ഈ അവധി ദിവസത്തെ ആഘോഷിക്കുക, അത് ഭക്ഷണം വെച്ച് കാണും, പലയിടത്തും ടൂറ് പോയി കണ്ടൊക്കെ ആഘോഷിക്കുന്ന പല ആൾക്കാരുണ്ട്. ചില ആളുകള് ലീവിന് വേണ്ടി ആഗ്രഹിക്കാണ്, പ്രാർത്ഥിക്കാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു, ചില ചെറിയ കുട്ടികൾ അവർ പ്രാർത്ഥിക്കാണ്, നല്ല മഴ പെയ്യണേ, സ്കൂള് ലീവ് കിട്ടണേ. വയനാട്ടില് പ്രത്യേക വീഡിയോ കണ്ടാണ്, വയനാട്ടില് അതിശക്തമായ മഴ പെയ്യിപ്പിക്കണേ. ആ കുട്ടികൾ വിവരക്കേട് അവരെ അറിവിൽ കിട്ടുന്നത്. ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുന്നു. ആ കുടുംബത്തെ കുറിച്ച് അത്തരം തോന്നിവാസാണ് അത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വൈറലായി, എത്ര ആളുകൾ ആ വീഡിയോ കണ്ടു. ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് എത്ര തെറ്റിദ്ധാരണ വന്നു ആ വിഷയത്തിൽ. അതുകൊണ്ട് കൃത്യമായി ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ കൃത്യമായി നമ്മൾ ഓരോന്നും ചിന്തിക്കണം. മറ്റൊരു കാര്യം, പ്രിയമുള്ളവരെ, ശുചിത്വബോധം ശീലമാക്കേണ്ട ഒരു സമയമാണിത്. പല അപകടങ്ങളും കഴിഞ്ഞാൽ
അവിടെയൊക്കെ ബാക്കി പത്രങ്ങളാകുന്നത് എന്താ അറിയോ? കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ്. തിരുവനന്തപുരത്തൊരു സഹോദരന് മരണപ്പെട്ടത് എങ്ങനെയാണ്? മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങിയിട്ടാണ് അയാൾ മരിക്കുന്നത്. പർവ്വത സമാനമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമാണ് പലപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും തടസ്സായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശുചിത്വബോധം സാമൂഹിക ബോധവും ഇത് രണ്ടും നമ്മൾ ശീലാക്കണം. ശുചിത്വബോധം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യം, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു തആലക്ക് ഇഷ്ടാണ്, തീർച്ചയായും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു അത്തവ്വാബീൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെയും, വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അതേപോലെ ശുദ്ധി പാലിക്കുന്ന ആളുകളിൽ അല്ലാഹു ഇഷ്ടാണ്. അതൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച വിഷയമാണ്. അതോടൊപ്പം പ്രിയമുള്ളവർ, ഒരു മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മളെ കൊണ്ട് സമ്പത്ത് കൊണ്ടാണോ അങ്ങനെ സഹായിക്കുക? അല്ല, നമ്മുടെ കടയിലുള്ളൊരു സാധനം നമ്മൾ കൊടുത്തിട്ടാണോ അങ്ങനെ സഹായിക്കുക? നമ്മളെ കൊണ്ട് ഏത് രൂപത്തിലാണ്, ഒന്നിനും കഴിയൂല, മാനസികമായിട്ടെങ്കിലും അവരുമായിട്ട് സഹായിക്കാൻ നമുക്ക് പറ്റണം. ശരീരം കൊണ്ട്, കൈകൊണ്ട് അവിടെ സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അവിടെ ചെന്നുകാണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാനും അങ്ങനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ആളുകൾ. സമ്പത്ത് ഉണ്ടാവില്ല, അവരെ കൊണ്ട് അധ്വാനിക്കാൻ പറ്റും. ഏത് നിലക്കാണോ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുക, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഇടപെടണം. ഹിജ്റ വേളയിൽ അൻസ്വാറുകളെ, മുഹാജിറുകളെ സഹായിച്ച ചരിത്രം പഠിച്ച ആളുകളെ നമ്മൾ അവർ തങ്ങളുടെ വിഷമതകൾ പോലും മാറ്റി വെച്ചിട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകളെ അവർ സ്വീകരിച്ചു. സ്വന്തം വീട് അവർക്ക് വേണ്ടി കൊടുത്തു. ഉണ്ടായ പറമ്പെന്ത് ചെയ്തു? പകുതിയാക്കിയിട്ട് വന്ന മുഹാജിറിന് കൊടുക്കുകയാണ്. അവരുടെ വാഹനം, അവരുടുത്ത വസ്ത്രം. ഇതേ ചരിത്രങ്ങൾ കേട്ടുകാണ് രോമാഞ്ചം കൊള്ളുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ പതിവാക്കുള്ള ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ ആ നിലയ്ക്ക് ഇടപെടാൻ സഹോദരങ്ങൾ നമുക്ക് പറ്റണം. അവർക്ക് വേണ്ടി സാമ്പത്തിക സമാഹരണം നടക്കുന്നുണ്ട്. ഇസ്ലാമിക് ഓർഗനൈസേഷന് അതിന്റെ ഒരു ഫണ്ടിന്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ സഹായങ്ങളെ നമ്മൾ എത്തിക്കണം. അത് കൃത്യമായി അവിടേക്ക് എത്തുന്ന ഉറപ്പുള്ള ആളുകളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം. ആ ഫണ്ട്, ദുരിതാശ്വാസ ഫണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് കൃത്യമായി അവിടെ എത്തുന്ന നമുക്ക് 100% ഉറപ്പുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ ഏൽപ്പിക്കാം. അതിലൊക്കെ നമ്മൾ ഇടപെടണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരന്ത ബാധിതർക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹോദരങ്ങളെ നമ്മുടെ മുഴുവൻ പ്രാർത്ഥനകളിലും നമ്മൾ അവരെ ഉൾപ്പെടുത്തണം. അല്ലാഹു മരണപ്പെട്ട വിശ്വാസികൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ദുരന്തമുഖത്ത് സ്വന്തം കുടുംബത്തിലെ ആളുകൾ നഷ്ടപ്പെട്ട വേദനയിലാണ്. അവർക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. കട കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, കച്ചവടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ. അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ يغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نعوذ بك من غلبة الدين وغلبة العدو وشماتة الأعداء. ربنا لا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر.
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ